വെയ്റ്റ് മാനേജ്മെൻറ്റ്, ഡയബറ്റിക്സ് കൺട്രോൾ എന്നിവയ്ക്ക് മാത്രമല്ല മികച്ച ഒരു ഫുഡ് ഐറ്റം കൂടിയായ സാലഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് എന്നിവയുടെ കലവറയാണ് സാലഡ്സ്. അതിൽ കുറച്ച് പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ്സും കൂടി ചേരുമ്പോൾ രുചിയും ഗുണവും കൂടും. വിവിധ ഫ്ലേവറുകളും അതിൻ്റെ പ്ലസൻറ്റ് ടേസ്റ്റും സാലഡിനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഐറ്റമാക്കി മാറ്റുന്നു. കാണാനും കഴിക്കാനും നല്ലതായ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുള്ള റോ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അരിഞ്ഞു വെക്കുക. കൂടെ കുറച്ച് മസാലയും. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തൈരിനകത്ത് 1 ടീസ്പൂൺ ചിയ സീഡൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പുതിനയുടെ ഫാമിലിയിലുള്ള ഒരിനം ചെടിയുടെ വിത്തുകളാണ് ചിയ സീഡ്സ്. പോഷകസമൃദ്ധമായ ഇവ ഭക്ഷണത്തിൽ ഇടയ്ക്കിടെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ ബൗളിൽ 1/2 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 നാരങ്ങയുടെ ജ്യൂസ്, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒലിവ് ഓയിൽ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, നമ്മളിവിടെ തൈരൊക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ഈ കൂട്ടിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് നന്നായി ഇളക്കുക. സബോളയിൽ ഈ മിക്സ് എല്ലാം ഒന്ന് പിടിക്കണം. അത് മിക്സായി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറും ക്യാരറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ക്യാരറ്റ് അരിയുന്നതിന് പകരം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. ഈ സ്റ്റേജിൽ നമ്മൾക്കിത് സാലഡായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിള്, അവക്കാഡോ എന്നിവയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ആപ്പിളും അവക്കാഡോ ഇട്ട് കഴിഞ്ഞിട്ട് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം തൈരിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ് മിക്സും കൂടെ ഇടുക. എല്ലാം കൂടെ നന്നായി ഇളക്കുക. ഇപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ടേസ്റ്റും പോഷകഗുണവും കൂട്ടാനായി ഇവിടെ ഞാൻ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് പകരം നിലക്കടലയോ പറങ്കണ്ടിയോ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയും ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾക്കിവിടെ നല്ല ഹെൽത്തിയായും ടേസ്റ്റിയുമായ സാലഡ് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.